എന്നെ കാണുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടൊരു സാധനമാണ് എൻ്റെ പുറകിലത്തെ ഈ ചാർട്ട്. ഒബ്വിയസ്ലി അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. നിങ്ങളാ പുറകെ കണ്ടേക്കുന്ന ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ കണ്ട സാധനം ഇതെൻ്റെ നോഷനാണ്, ജേണലാണ്. ഒരു പർട്ടിക്കുലർ ഒരു സംഭവത്തെ ഞാൻ ജേണൽ ചെയ്തതാണ്. ഒന്നുമല്ല, സ്ക്രീൻ ടൈമാണ് ഒബ്വിയസ്ലി. എന്താണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കഴിഞ്ഞ ഒരു 2 വീക്ക് ബിഫോർ മേ ബി ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഞാൻ എൻ്റെ ലൈഫാണ് കാണിച്ചിട്ട്. ജസ്റ്റ് ഒരു നോർമൽ ഡേ വാട്ട് ഐ ഡു, അത് ഇറ്റ് വിൽ വെരി ഡിപ്പെൻസ്. ഓക്കെ, ഒരു ടൈം ടേബിൾ ലൈഫല്ല ഞാൻ ജീവിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതിനകത്ത് എനിക്ക് പല ആൾക്കാരും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷുവറാണ്. അപ്പം ഈ ഒരു സെയിം സംഭവം ആസ് എ ട്രേഡർ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ഇഷ്ടംപോലെ ടൈമുള്ള ഒരാൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു തന്നെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം ഞാൻ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇട്ടത് 2 വീക്ക് ബിഫോറാണ്. യൂഷ്വലി ഞാൻ കഴിഞ്ഞൊരു പാസ്റ്റ് കുറച്ച് മന്തായിട്ട് ഞാൻ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് ഐ നീഡ് ടു ഡു ഇറ്റ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലല്ല. ലൈക്ക് ഭയങ്കര ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ 2 വീക്സ് വാസ് സക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ ഐ ഹാഡ് സോ മെനി ഐഡിയാസ് ഇൻ മൈ ബ്രെയിൻ ബട്ട് ഐ ഡിഡ്ന്റ് എക്സിക്യൂട്ട്. ദാറ്റ്സ് എ പാർട്ട്. ഞാൻ പറയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ സ്ക്രീൻ ടൈമാണ്. ആക്ച്വലി ഈ ഒരു സാധനം ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തെയാണ്. ഈ കാണുന്നത് ബാക്ക് സൈഡിൽ കാണുന്നത് ഏപ്രിലായി, ഇപ്പം മെയ് ആയി. അപ്പം എന്താണ് ആക്ച്വലി ഈ കാണുന്ന ചാർട്ട് അല്ലെങ്കിൽ ഈ കാണുന്ന നോഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്ക്രീൻ ടൈമാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ PDF കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതി. ഈ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ കാണുന്നത് എന്താണ് എൻ്റെ സ്ക്രീൻ ടൈമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 7 hours ഒക്കെയാണ് പെർ ഡേ എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിൽ, എസ്പെഷ്യലി ഓൺ ഫോണിൽ. സ്ക്രീൻ ടൈം എന്ന് പറയാം, സോഷ്യൽ മീഡിയാസ് ഒന്നും ഞാൻ എക്സ്പോസ് ചെയ്ത് പറയുന്നില്ല. ഒരിക്കലും ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിനെ കുറ്റം പറയാനോ വാട്സപ്പിനെ കുറ്റം പറയാനൊന്നും അല്ല വന്നത്. ഞാൻ എന്നെ കുറ്റം പറയാനാണ് വന്നത്. കാര്യം ഐ ആം ദി വൺ ഹു യൂസിങ് ഇറ്റ്. ഓക്കെ, സോ ഐ ഹാവ് ദ കൺട്രോൾ. സോ അല്ലാതെ ഒരിക്കലും ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം അതേപോലെയാണ് നിങ്ങളെ പിടിച്ചിരുത്തുകയാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഐ ആം ദി വൺ ഹു ഡൂയിങ് ഇറ്റ്. ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്. ബട്ട് ഇഫ് സ്റ്റിൽ ഐ എം നോട്ട് കൺട്രോളിങ് ഇറ്റ്, ദാറ്റ്സ് മൈ പ്രോബ്ലം. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്, അവരുടെ ബിസിനസ് ഐഡിയ ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ 7 hours ഒക്കെ മാർക്കറ്റിൽ സ്ക്രീൻ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ജിം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഫ്രീ ആവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ 2 months സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. നല്ല ഉഴപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉഴപ്പം. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മീൽ പ്രിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക്. വീട്ടിലുണ്ടാകുന്ന എന്താണോ അത് ജസ്റ്റ് കാലറി പോലും കൗണ്ട് ചെയ്യാതെ കഴിക്കുക. ഇതൊന്നും ഒരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഫുഡാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കത് കറക്റ്റല്ല, ഓക്കെ അല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഐ ഹാവ് ലോഡ് ഓഫ് ടൈം ടു സ്പെൻഡ്. സോ ഞാൻ എന്ത് ചെയ്യും, കിട്ടുന്ന ടൈമെല്ലാം ഞാൻ ഫോൺ എടുക്കും. ആദ്യമേ ഇൻസ്റ്റഗ്രാം തുറക്കും, പിന്നെ അത് ഇങ്ങനെ എൻഡ്ലെസ് സ്ക്രോളിങ്ങിലേക്ക് പോകും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1.5 month വരെ ഞാൻ സ്പെൻഡ് ചെയ്തു. ജിമ്മിൽ പോകുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നോട്ട് ദാറ്റ് മച്ച് കൺസിസ്റ്റൻ്റ്. ആ ഒരു കൺസിസ്റ്റൻറ്റ് ബേസിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ വാസ് നോട്ട് ഒരു സീരിയസ് ലെവലായിട്ടൊരു ഡയറ്റിനെ ഒന്നും ഞാൻ കണ്ടില്ല. സ്ലോലി എനിക്ക് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആക്ടിവിറ്റി ലെവൽസ് കുറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹെൽത്തിനെ അത് ബാധിച്ചു തുടങ്ങി. ലൈക്ക് ഞാൻ നേരത്തെ ലിഫ്റ്റ് ചെയ്ത വെയിറ്റ് ഒന്നും എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ എൻഡുറൻസിനെ അത് ബാധിച്ചു. അതുപോലെ പല കാര്യങ്ങളും, എൻ്റെ ഫോക്കസിനെ അത് ബാധിച്ചു. എൻ്റെ സ്ലീപ്പ് തന്നെ, എൻ്റെ സൈക്കറേഡിയൻ റിതത്തെ തന്നെ അത് ബാധിച്ചു. എൻ്റെ ഉറക്കം തന്നെ വേറെ രീതിയിലേക്കൊക്കെ മാറി. എനിക്ക് ഉറക്കം ഇല്ലാത്ത അവസ്ഥ. അതേപോലെ തന്നെ ഉറക്കം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഓവർ ടൈം ഞാൻ നല്ല രീതിയിൽ സ്ലീപ്പ് ചെയ്യണം. അതായത് രാവിലെ ടൈമെല്ലാം ഞാൻ ഭയങ്കര ഉറക്കം വന്നിങ്ങനെ ഇരിക്കുക, ഒരു കാര്യവും
ഫുൾ ഫ്ലഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാൻ നോക്കി. അപ്പം ഞാൻ ഇതിനെ 4 പാർട്ടായിട്ട് തിരിച്ചു. സത്യം ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ പക്കാ റെക്കോർഡിക്കൽ ഡേറ്റയിലാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. എനിക്ക് അറിയണമായിരുന്നു ഇത് തുടക്കം ഞാനിത് ചെയ്യുന്നതിന് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ബിക്കോസ് ഐ എം ഗോയിങ് ടു സ്പെൻഡ് മൈ ടൈം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഞാനത് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യം. അപ്പം ഞാനിത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഒന്ന് ഐഡൻറ്റിഫൈങ് ദ സൊല്യൂഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കൊരു കാര്യം ഒരു സംഭവം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് ആക്ച്വലി ആ തെറ്റെന്ന് മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, നോട്ട് സൊല്യൂഷൻ. ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം എന്നിട്ടാണ് ഫിക്സ് എ സൊല്യൂഷൻ ഓൺ ഇറ്റ്. അതായത് നമുക്ക് ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ളൊരു സൊല്യൂഷൻ എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഞാൻ ജിമ്മിൽ പോകാത്തത് കൊണ്ടോ കൺസിസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ടോ മാത്രമല്ല. ഐ മീൻ അതല്ല ഫസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് മടിയായതുകൊണ്ടാണ്. ഈ മടി എനിക്ക് വരുന്നതെന്ന് പറയുന്നത് ബൈ ഇൻസ്റ്റൻ്റ്ലി സ്ക്രോളിങ് ഓൺ ഇൻസ്റ്റാഗ്രാം ടു ബി ഓണസ്റ്റ്. ആൻഡ് ഞാൻ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ യൂട്യൂബ് വീഡിയോസ് വലിയ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ ടൈം ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് ഡോപ്പമൈൻ കിക്ക് ഫ്രം ദാറ്റ്. അപ്പം സ്റ്റിൽ എനിക്ക് ഈ കിട്ടുന്ന ഡോപ്പമൈൻ റിയൽ ഡോപ്പമൈൻ അല്ല. എനിക്ക് ജിമ്മിൽ ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ആ ഒരു ഡോപ്പമൈനോടുള്ള അട്രാക്ഷൻ എനിക്ക് കുറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോപ്പമൈനിലേക്ക് എൻ്റെ ബ്രെയിൻ കൂടുതൽ നീഡ് കാണിച്ച് അപ്പം ഞാനത് കൂടുതൽ ചെയ്തു. അതൊരിക്കലും നല്ലതല്ല, ബട്ട് സ്റ്റിൽ ഐ ഡിഡ് ദാറ്റ്. അപ്പം ഇതാണ് മെയിൻ പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലായി. സോ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കണം. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നേരെ സ്ക്രീനിലേക്ക് വന്നത്. എൻ്റെ നിങ്ങൾക്ക് കാണാം, ട്രൈങ് ടു റെഡ്യൂസ് മൈ സ്ക്രീൻ ടൈം ഡേറ്റ് 18/4/2025 ദ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് സ്ക്രീൻ ടൈം ഉണ്ട്. നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ ടൈം ഉണ്ട്. ഓക്കെ, അറ്റ് ദ പീക്കിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് 2023 മാർച്ച് മുതൽ ആ ഒരു April 6 അത്രയും ആ ഒരു 1 വീക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല പീക്കിലാണ് പോയേക്കുന്നത്. അപ്പോൾ അത്രയും ഐ മീൻ ഞാൻ ആ ഒരു സമയം എനിക്ക് അത്രയും ഉണ്ട്. സാധാരണ ഇപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മീൽ പ്രിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയം അങ്ങനെ പോകും. അപ്പം ആ സമയം ഒന്നും ഇല്ല ആക്ച്വലി. ആ സമയം എല്ലാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടൈം അത്രയും ഞാൻ ഇതിനു വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ സ്പെസിഫൈ ചെയ്ത് ഏതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം. അതിനകത്ത് കാണാൻ പറ്റും ഇതാണ് സോഷ്യൽ മീഡിയ. ഒബ്വിയസ്ലി ഐ യൂസ് ഇൻസ്റ്റാഗ്രാം. അപ്പം ഞാൻ ഇത് തന്നെ ഞാൻ എൻ്റെ ഒന്നുകൂടെ സോർട്ട് ചെയ്തു. അതായത് എനിക്ക് പ്രോബ്ലം കിട്ടി. ഇനിയും ആക്ച്വലി എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലായിട്ടില്ല. ഐ മീൻ ഞാൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് പ്രോബ്ലം. ബിക്കോസ് ഇത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. ബട്ട് എന്തിലാണ്? ഐ മീൻ ഫസ്റ്റ് ഞാൻ എൻ്റെ സാൻ എഫക്സിൻ്റെ നോർമൽ ഇൻസ്റ്റാഗ്രാം നോക്കി. അത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞാൻ സ്റ്റോറിക്ക് പോലും ഐ മീൻ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഞാൻ അത് അധികം നോക്കാറില്ല. ഞാൻ ആകെ അതിൽ വരുന്നതെന്ന് പറയുന്നത് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാനും അതിൽ ഞാൻ റീൽ സ്ക്രോൾ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി. ഞാൻ ജസ്റ്റ് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും, പിന്നെ ചില സമയത്ത് DM ചെക്ക് ചെയ്യും, റിപ്ലൈസ് കൊടുക്കും. അതേ ഉള്ളൂ ഞാൻ ആക്ച്വലി അതിനകത്ത് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ്. ഐ സ്പെൻഡ് ഹെൽ ലോട്ട് ഓഫ് ടൈം ഓൺ ഇറ്റ്. അതായത് എൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ആൽഗോരിതം ഞാൻ അതേപോലെ ബിൽഡ് ചെയ്തെടുത്തു. ഓവർ ടൈം അങ്ങനെ വരുമല്ലോ, നമ്മൾ എന്താണ് കൂടുതൽ വാച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ വരും. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ മെൻ്റൽ മസ്റ്റർബേഷൻ. എനിക്ക് ഓപ്പണായിട്ട് പറയാം. അത് ഇനി എന്താണ് മെൻ്റൽ മസ്റ്റർബേഷൻ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കംപ്ലീറ്റ്ലി മെൻ്റൽ മാസ്റ്റർബേഷൻ കറക്റ്റ് അതായിരുന്നു. ഞാനത് കണ്ട് ഓക്കെ ഐ വാസ് സെൽഫ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തോ ഒരു പീക്ക് ലെവലെത്തി, ഞാനിതാണ് എന്നുള്ള ലെവലിലേക്ക് ഇങ്ങനെ എത്തിക്കുമായിരുന്നു എന്നെ ഇൻസ്റ്റാഗ്രാം. സോ സ്ലോലി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ കുറച്ച് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കി എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്. ഇറ്റ് വാസ് സോ ഹാർഡ് ടു മീ. ഞാൻ ദെൻ റെഡ്യൂസ് മൈ സ്ക്രീൻ ടൈം ബൈ നോട്ട് യൂസിങ് ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ്ലി അല്ല. ഞാൻ പറഞ്ഞല്ലോ ആ സമയത്തും സ്റ്റിൽ ഐ വാസ് യൂസിങ് സാൻ എഫക്ട്സ്. ഞാൻ അക്കൗണ്ട് കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമൽ പഴയ രീതിയിലേക്ക് ആവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തു. നോട്ട് ഡിലീറ്റ് ചെയ്തല്ല, ഡീആക്ടിവേറ്റ് ചെയ്തു. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് എല്ലാം ഡീആക്ടിവേറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് 3 ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് ഉണ്ട്. 3 അല്ല, ആക്ച്വലി 4 എണ്ണം ഉണ്ട്. ഒന്ന് എൻ്റെ സാൻ എഫക്ട്സ്, ഒന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്, ഒന്ന് TDU ഞാൻ പിന്നെ ജസ്റ്റ് ഓപ്പൺ ആക്കത്തേ ഉള്ളൂ, ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടേക്കാണ്. അതെനിക്ക് ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. പിന്നെ എനിക്കൊരു ഫോട്ടോഗ്രാഫി പേജ് ഉണ്ട്, ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. സോ അതുകൊണ്ട് ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഞാൻ കളഞ്ഞ് സാൻ എഫക്ട്സ് മാത്രമാക്കി എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ സമയത്ത് ഞാനാണെങ്കിൽ കംപ്ലീറ്റ്ലി എൻ്റെ ഫോൺ യൂസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോയി. ബിക്കോസ് ഫോൺ അല്ല ഒരിക്കലും പ്രോബ്ലം, അല്ലെങ്കിൽ ആ പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടായിരുന്നു.
ഒരിക്കലും ഇൻസ്റ്റാഗ്രാം അല്ല പ്രോബ്ലം, ബിക്കോസ് സ്റ്റിൽ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഫോണിലുണ്ട്, ബട്ട് ഐ എം ജസ്റ്റ് സ്ക്രോളിങ്. എന്നെ പിടിച്ചിരുത്തിയത് ആ സം സോർട്ട് ഓഫ് എന്താണ് ഒരു എൻ്റെ ഡോപ്പാമൈനെ കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ സാധനം അതിലുണ്ടായിരുന്നു. അതാണ് എന്നെ പിടിച്ചിരുത്തിയത്. അത് ത്രൂ ഇൻസ്റ്റാഗ്രാം എനിക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിനെ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ റെഡ്യൂസ് ചെയ്ത് എൻ്റെ സ്ക്രീൻ ടൈം ബൈ ഡീആക്ടിവേറ്റിംഗ് മൈ പേഴ്സണൽ അക്കൗണ്ട്. എൻ്റെ സ്ക്രീൻ ടൈം നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അറിയാം, കാണാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. 2 മണിക്കൂറത്തേക്ക് റെഡ്യൂസായി 2 hours ഇത് കുറഞ്ഞു. 7 hours ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ 2 hours എനിക്കത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. സോ ഐ ഫൗണ്ട് ദ പ്രോബ്ലം, ഐ ഡിഡ് ദ സൊല്യൂഷൻ. ഞാൻ അത് സൊല്യൂഷൻ ചെയ്തു. ഇനി എനിക്ക് അറിയേണ്ടത്, ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരുമോ റാദർ ദാൻ മറ്റേത്. അപ്പം സ്റ്റിൽ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഐ ഹാവ് ഹെൽ ലോട്ട് ഓഫ് ടൈം ലെഫ്റ്റ് ഓവർ. സോ ഐ നീഡ് ടു ഡൂ സംതിങ്. ആ ഒരു സമയത്താണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉറങ്ങാൻ തുടങ്ങി, കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ തുടങ്ങി. നേരത്തെ സമയമൊക്കെ അങ്ങനെയൊന്നും അല്ല, കുത്തി ഇങ്ങനെ ഇരിക്കുക, സ്ക്രോൾ ചെയ്യും. അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ, ഞാൻ സ്ക്രോളിങ് മാത്രമല്ല, യൂട്യൂബ് വീഡിയോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. യൂട്യൂബിൽ വീഡിയോ കാണും. ഇങ്ങനെ ഞാൻ മൂവീസോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ഞാൻ കാണുന്നത് എന്താണ്, ആക്ച്വലി ഞാൻ കാണുന്ന മെയിൻലി ഈ എന്താണ് കുറേ സയൻറ്റിഫിക് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ. ഈ പോഡ്കാസ്റ്റ് ഞാൻ കേൾക്കും, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. എനിക്കറിയാം ചില പോഡ്കാസ്റ്റൊക്കെ എന്ന് പറയുന്നത് 3-4 മണിക്കൂറൊക്കെയാണ്. സ്റ്റിൽ പ്രിലോങ് ഇരുന്ന് കേൾക്കും. ഞാൻ ഒരിക്കലും അത് നല്ലതെന്ന് പറയില്ല, കേൾക്കുക മാത്രമല്ല ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും ഞാൻ. അത് ഒരിക്കലും ഞാൻ നല്ലതെന്ന് പറയുന്നില്ല. ഒരു എക്സ്റ്റെൻറ്റ് വരെ എത്ര പോയാലും ഒരു സാധനം നല്ലതല്ല. ഓക്കെ, അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ ടൈം കുറച്ചു. അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് തുടങ്ങി. എൻ്റെ സ്ലീപ്പ് എനിക്ക് ഓൾമോസ്റ്റ് കറക്റ്റാക്കി കൊണ്ടുവരാൻ പറ്റി. ആൻഡ് സ്റ്റിൽ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. ഇത് ഒരിക്കലും ഞാൻ ഇൻറ്റൻഷ്യലി ചെയ്തതല്ല. ബിക്കോസ് ഞാൻ ബോറടിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം. അപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റീവായിട്ട് എനിക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ യൂഷ്വൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ജിമ്മിൽ പോകാൻ തുടങ്ങി, കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മീൽ പ്രിപ്പ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മീൽ പ്രിപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സമയമില്ലാതായി തുടങ്ങി. അത് മീൽ പ്രിപ്പ് ചെയ്യുന്ന ഫുൾ തോട്ട് അതിൻ്റെയാണ്. ഇത്ര കാലറി ഒരു ദിവസം കഴിക്കണം, ഓക്കെ ഈ ഫുഡിന് ഇത്ര കാലറി, ആ ഫുഡിന് ഇത്ര കാലറി, അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ചാർട്ട്. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് മമ്മിയോട് പോയി ചോദിച്ചു, എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ്, അതെല്ലാം ഓക്കെ ആ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം, ഇപ്പോൾ ഇത്ര കാൽക്കുലേറ്റ് ചെയ്യണം, ഓക്കെ എന്നുള്ള രീതിയിലേക്ക് മാറി തുടങ്ങിയതൊക്കെ എന്താണ് ഈ ടൈം എനിക്ക് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയം ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ആ ഒരു സൊല്യൂഷൻ പ്രിലോങ് ഞാൻ ചെയ്തുകൊണ്ട് ആ ഒരു ചെയ്ത സമയത്ത് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി തുടങ്ങി. മൂന്നാമത്തെ പാർട്ട്, അതായത് പ്രോബ്ലം കണ്ടെത്തി, സൊല്യൂഷൻ കണ്ടെത്തി, ഞാനത് ചെയ്തു. ഇനി എനിക്കിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഡിസിപ്ലിൻ. എനിക്കിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ലൈഫ് ലോങ് പ്രിലോങ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു സംഭവം നമ്മൾ ലൈഫ് ലോങ് പ്രിലോങ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് കൊണ്ടുപോകത്തില്ല. അത് ഈവൻ കുഡ് ബി ഡയറ്റ്, എന്ത് സംഭവമാണെങ്കിലും, നിങ്ങളുടെ ജോലിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പ്രിലോങ് ലൈഫിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പതിയെ കുറച്ച് നാൾ ചെയ്യും, പിന്നെ അത് കളഞ്ഞിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കളഞ്ഞതിന് പകരം ഞാൻ തിരിച്ചെടുത്തു. ഒബ്വിയസ്ലി ഐ ഡിഡ് ദാറ്റ്. ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തതിനെ എല്ലാം തിരിച്ച് ആക്ടിവേറ്റ് ചെയ്തു. ബിക്കോസ് സ്റ്റിൽ എൻ്റെ ഉള്ളിൽ ആ കിക്കുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യും. ബിക്കോസ് അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരു അഡിക്ഷനൊന്നും അങ്ങനെ കളയാൻ പറ്റത്തില്ല. അത് നിങ്ങളങ്ങനെ കളഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചാലും ബട്ട് സ്റ്റിൽ സബ് കോൺഷ്യസ്ലി നിങ്ങളത് കിക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ആം എ ഹ്യൂമൻ, നിങ്ങളും ഹ്യൂമനാണ്, എല്ലാവരും അത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിൽ, ഇൻസ്റ്റാഗ്രാം എന്ന് ഞാൻ പറയുന്നില്ല, സ്ക്രീൻ ടൈമിൻ്റെ കേസിലാണ്. ചിലർക്ക് ഇതൊരു സിഗരറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കാം. എന്ത് ഹാബിറ്റ് ആണെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഒരു സ്ട്രോങ് ഡിസയർ മൈൻഡിലുണ്ടായാൽ മതി. ഓക്കെ, ദാറ്റ് പാർട്ട്. അപ്പം സ്റ്റിൽ എൻ്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഭവം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ മാത്രമേ പ്രിലോങ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതെൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം തിരിച്ചെടുത്തു. ഞാൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ ടൈമിൽ, അതായത് എത്രത്തോളം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ക്ലിയർ ആയിട്ട് ഞാനൊരു സ്ക്രീൻ ടൈം സെറ്റ് ചെയ്തു. ഇത്ര സമയത്ത് ഞാൻ നോക്കുള്ളൂ. ക്ലിയർ ഒരു ടൈം ടേബിൾ ലൈഫ്. ബിക്കോസ് ഇത് ഞാൻ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ ഇതെൻ്റെ സൈക്രഡിയൻ റിതമായിട്ട് മാറും, എൻ്റെ റുട്ടീനായിട്ട് മാറും. അപ്പം ഈ കഴിഞ്ഞ ഒരു 2 to 3 weeks ആയിട്ട് ഞാൻ ഈ ഒരു പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ക്യാൻ സീ ഡ്രാസ്റ്റിക് ഡിഫറൻസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വീക്ക്, ഈ ഡേ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ
കഴിഞ്ഞ വെള്ളിയാഴ്ച ന്യൂയോർക്ക് മുതൽ ഈ വെള്ളിയാഴ്ച ന്യൂയോർക്ക് വരെ ഞാൻ ചാർട്ടേ തുറന്നിട്ടില്ല. ദാറ്റ്സ് ഫോർ എ പ്രോസസ്. ഞാൻ ഓൾറെഡി എൻ്റെ ഗ്രൂപ്പിൽ, ഞാൻ മെമ്പർഷിപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ കൈൻഡ് ഓഫ് ഡീറ്റോക്സ് ചെയ്യാണ്. ബിക്കോസ് ഐ വാസ് ഡൂയിങ് സോ മെനി മിസ്റ്റേക്ക് ഓൺ മൈ ട്രേഡിംഗ് റൂൾസ്, വാസ് നോട്ട് ഫോളോയിങ് ദം കറക്റ്റ്ലി. സം കൈൻഡ് ഓഫ് ഒരു രീതിയിൽ ഞാനത് എന്താണ് ഫോളോ അപ്പ് ചെയ്യാത്ത ഒരു ലെവലിലേക്കൊക്കെ എത്തി. അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി, ഐ മീൻ അതാവണമല്ലോ, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേണ്ടത് ഒരു ബെസ്റ്റ് ഒരു ബ്രേക്ക് ആയിരുന്നു. ഞാൻ ബ്രേക്ക് എടുത്തു. ആൻഡ് ഞാൻ സത്യം പറഞ്ഞ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്, ഒരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഡ്യൂ ടു സം പേഴ്സണൽ ഇഷ്യൂ അത് നടന്നില്ല. വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ നടന്നില്ല. അത് ഒബ്വിയസ്ലി എന്തായാലും ബൈ നെക്സ്റ്റ് വീക്ക് ഓർ കമ്മിങ് വീക്ക് ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൾവേസ് ഇറ്റ്സ് ഈസി ടു ഡു. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ബട്ട് യു നീഡ് ടു സാക്രിഫൈസ് യുവർ ഹാപ്പിനെസ് ഫോർ എ വൈൽ. അതൊരു റിയൽ ഹാപ്പിനെസ് അല്ല. ആ ഒരു റിയൽ ഡോപ്പോമൈൻ കിക്ക്, അതൊരു റിയൽ ഡോപ്പോമൈൻ അല്ല, അതൊരു കറക്റ്റ് സോഴ്സ് അല്ല ആക്ച്വലി. സോ ഞാൻ ഒരിക്കലും പറയുന്നത്, ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ കുറ്റം പറയല്ല. ഇത് എൻ്റെ ഫോൾട്ടാണ്. ഐ വാസ് ദി വൺ ഹു യൂസിങ് ഇറ്റ്. ഞാനായിരുന്നു യൂസ് ചെയ്തത്. സോ ഞാനാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ഫുൾ കൺട്രോൾ ഉണ്ട്. എനിക്ക് എപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യണം, എപ്പോൾ എൻ്റെ ഫോൺ അടച്ചു വെക്കണം ഉള്ളതെല്ലാം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ ഒന്നും പറയത്തില്ല. ഇൻസ്റ്റാഗ്രാം അങ്ങനെ നമ്മളെ പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അവരുടെ മാസ്റ്റർ ബ്രെയിൻ അല്ലേ അത്. ആക്ച്വലി അവരുടെ ഒരു ഗുഡ് ബിസിനസ് പ്ലാൻ അല്ലേ. സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ആക്ച്വലി. പക്ഷേ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുക. ഇനിയിപ്പോൾ എന്താണെങ്കിൽ പോലും, വാട്ട് എവർ യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ഒരു ക്ലിയർ ഒരു എന്താണ് അതിന് പറയുന്നത്, ഒരു ഔട്ട് വേ ഇല്ലാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡു സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ബി എൻഗേജ് ഇൻ സംതിങ് എൽസ്. അതായത് നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ് ആവുക. ഇറ്റ് കുഡ് ബി റൈറ്റിംഗ് ഓർ റീഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുഷപ്പ് അടിക്കുന്നതായിരിക്കാം, സൈക്ലിംഗ് ആയിരിക്കാം, വണ്ടി ഓടിക്കുന്നതായിരിക്കാം. അതിലേറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. പതിയെ നിങ്ങളുടെ മറ്റേതിൻ്റെ ആ ഒരു ടൈം കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ്ഡ് കിട്ടും. സ്റ്റിൽ ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ ഇപ്പം സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ കംപ്ലീറ്റ്ലി നാളെ മുതൽ സിഗരറ്റ് എടുത്ത് കളഞ്ഞിട്ട് നടക്കണമെന്നൊന്നുമല്ല. സ്മോക്ക് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരിക്കലും ഒരാൾ നല്ലപോലെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം പോലും സ്മോക്ക് ചെയ്യാതിരിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ തോന്നിയാൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം പതിയെ കുറച്ച് കൊണ്ടുവന്നിട്ട് അത് ഇല്ലാതാക്കുക. ദാറ്റ്സ് എ ബെസ്റ്റ് വേ. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കളയുകയാണെങ്കിൽ ദ ചാൻസസ് ഓഫ് രണ്ടാമത് തിരിച്ചുവരവിൽ കൂടുതൽ നിങ്ങൾ അഡിക്റ്റ് ആവാനാണ് ചാൻസ്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീഇൻസ്റ്റാൾ ചെയ്തത്. ഐ എം കൺട്രോളിങ് ദ യൂസ്. ഐ എം കംപ്ലീറ്റ്ലി അവെയർ വാട്ട് ഐ എം ഡൂയിങ്. എൻ്റെ ഒരു ഡേയിൽ എത്ര ടൈം ഞാൻ എങ്ങനെയെല്ലാം സ്പെൻഡ് ചെയ്യുന്നുള്ളതെന്നുള്ളത് കംപ്ലീറ്റ്ലി ഐ എം അവെയർ. ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ബട്ട് ഐ എം ഡൂയിങ് സോ മെനി തിങ്സ്. അതിനകത്ത് ഞാൻ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പുതിയ സ്കില്ലുകൾ ഞാൻ എന്തെങ്കിലും അക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നോട്ട് ബിക്കോസ് ഐ നീഡ് സം സ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ഐ നീഡ് ടു ബി എൻഗേജ് വിത്ത് സംതിങ് ടു അലേർട്ട് മൈ മൈൻഡ്. ബിക്കോസ് മൈ മൈൻഡ് ഈസ് മൈ എന്താണ് പറയണ്ടേ, ബിഗസ്റ്റ് ഗിഫ്റ്റ്. അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്നെ ഞാൻ ആക്കുന്നത് അതാണ്. സോ ഐ നീഡ് ടു ഫീഡ് ദം ഗുഡ്. ബിക്കോസ് ഒരു കോട്ടുണ്ട്, അത് വെൻ യു ഫീഡ് ഷിറ്റ് you produce shit, obviously. So try to feed something good and you will be good.